പിന്നെ മുജാഹിദ് വിഭാഗം ജിന്നുകളോട് സഹായം ചോദിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. അത് ഏത് മുജാഹിദിന്റെ മൗലവിയാണ് ജിന്നുകളോട് സഹായം ചോദിച്ചതെന്ന് ഇവിടെ തെളിയിക്കണം. അതല്ലെങ്കിൽ ആ വാദം പിൻവലിക്കണം. രണ്ടാലൊന്ന് തീരുമാനം കാണണം. അതിന്റെ പുറമെ തഫ്സീർ ഞാൻ ഓതിയ ഇന്തദൂഹും എന്ന ആയത്തിനെ കുറിച്ച് തഫ്സീർ ഖുർത്തുബി എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കും വേണം. ആ ഖുർത്തുബി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ, ഇല്ല ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. എന്താന്ന് വിശദീകരിച്ചു തരാം. വിശദീകരിക്കേണ്ടത് ആദ്യം ഓരോന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു തരാം. അതായത് ഇന്തദൂഹും എന്ന ആയത്തിനെ കുറിച്ച് ഖുർത്തുബി എന്താണ് പറഞ്ഞത്? ഖുർത്തുബി പറഞ്ഞത് രണ്ടർത്ഥമാണ്. ഒന്നാമത്തത് ജമാദാത്തുകളെ വിളിച്ചാ ഉത്തരം ചെയ്യൂല. രണ്ടാമത് പറഞ്ഞത് സുമ്മ യജൂസു അൻ യർജിഅ ദമീറു ഇലൽ മഅബൂദീന, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ എന്നും ഉദ്ദേശിക്കാം. അത് ജീവനുള്ള ആരാധ്യ വസ്തുക്കളാവാം, ജീവനില്ലാത്ത ആരാധ്യ വസ്തുക്കളാവാം. ജീവനുള്ള ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ ആരാധിച്ചവരുണ്ടായിരുന്നു, അതുപോലെ മലക്കുകളെ ആരാധിച്ചവരുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി തന്നെ എടുത്ത് പരിശോധിച്ചാൽ കാണാം, മലക്കുകൾ ആരാധിച്ചിരുന്ന ആളുകൾ അൽ മലായികത്തു ബനാത്തുല്ലാ, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മലക്കുകളെ ആരാധിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചുമാവാം. അതുപോലെ തന്നെ അമ്പിയാക്കളിൽപ്പെട്ട പലരെയും, ഉദാഹരണം ഈസാ നബി ആരാധിച്ചവരുണ്ടായിരുന്നു, ഉസൈർ നബി ആരാധിച്ചവരുണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറാ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാകുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ അള്ളാഹുവിന്റെ പുത്രനാകുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഭാവനയിൽ ഇവരൊക്കെ ആ ദൈവപുത്രന്മാരാണ്, ആരാധ്യ വസ്തുക്കളാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആരാധിക്കുന്നവരെ കുറിച്ചും ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്നാണ് ഖുർത്തുബി പറഞ്ഞത്. ചോദിച്ചോളി. മലക്കുകളും ജിന്നുകളും അതിൽ പെടുന്നു പറയുന്നുണ്ടല്ലോ. ഒക്കെ പെട്ടു, രണ്ടും പെട്ടു. ഞാൻ ജീവനുള്ളതെന്ന് പറഞ്ഞു വേറെ മനുഷ്യന്മാരും ഒക്കെ പെട്ടു, ആട്ടെങ്കിലും പെട്ടു. ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിനാ. അതിന് നബിമാരും മലക്കുകളും യേശു എല്ലാവരും പെട്ടു. അവർക്കൊക്കെ ആര് ആരാധിക്കുന്നുണ്ടോ, ആരാധ്യ വസ്തുക്കളായി ഏത് വസ്തുവിനെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏത് വസ്തുവിനെ ആരാധിച്ചാലും ആ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടു. അതൊക്കെ ആ ഖുർആനിക സൂക്തത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശിർക്കാണ്, പാടില്ലാത്തതാണ്. അടുത്തതെന്താ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. ചോദിക്കാം. മുജാഹിദ് വിഭാഗം ജിന്നുകളോടും സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. പറഞ്ഞു ഒരുപാട്. ഇപ്പോഴും അതെവിടെ തെളിയിക്കണം. അത് ഇസ്ലാം മാസികയിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇസ്ലാം മാസികയിൽ ഏപ്രിൽ മെയ് ഇപ്പോൾ എല്ലാ തൊള്ളപടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം കാണിക്കണം. എല്ലാ ലക്കത്തിലും അതന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ സംശയമുള്ളൂ, മുജാഹിദുകൾക്ക് വരെ അതിൽ സംശയം. ഞങ്ങൾ എവിടുന്ന വരുന്നത്? മുജാഹിദുകൾ പറഞ്ഞ ഒരാൾ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിജനമായ സ്ഥലത്തൂടെ പോവുകയാണ്. അപ്പൊ അവൻ അള്ളാഹുവിന്റെ അടിയാക്കന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ, അഴീനൂരി എന്നെ സഹായിക്കണമേ, അവിടെ മുമ്പിൽ വല്ല ജിന്നുകളും ഉണ്ടാകും എന്ന് കരുതി സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാ മുജാഹിദ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മുജാഹിദുകളുമായുള്ള സംവാദത്തിൽ ഞങ്ങൾ മണ്ണാർക്കാട് വെച്ചും മറ്റുമൊക്കെ സംവദിച്ചപ്പോ പറഞ്ഞത് അത് പാടില്ലാത്തതാകുന്നു, തൗഹീദിന് വിരുദ്ധമാകുന്നു എന്നാ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മൗലവിമാർ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൗഹീദാകുന്നു എന്നുമാണ്. മണ്ണാർക്കാട് കാസറ്റ് ഒക്കെ ഞങ്ങൾ കണ്ടതിനെ, പക്ഷേ ഇവിടെ പറഞ്ഞ വിഷയം തെളിയിക്കണം. അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതൊക്കെ വേഗം പറയും. അടുത്ത ചോദ്യം ചോദിക്കുന്ന നേരം കളി ഇപ്പൊ പറഞ്ഞുതരാം. അതൊക്കെ ഇപ്പൊ പറയുന്നേരാ. അടുത്ത ചോദ്യം സമയം അത്രയും കളയണ്ട. ഇപ്പൊ ഇസ്ലാം ബാഗ് എടുക്കുക, ഇസ്ലാം ഇത് കാണിച്ചാൽ പോകണം. അത് അല്ലല്ല, അതിനു വേണ്ടി സമയം നമുക്ക് സമയം അധികം. ഞങ്ങൾ കൂടുതൽ സംസാരിക്കാതെ മൈക്ക് കൊടുക്കും. ചോദ്യം സമയം നേരം വെളുക്കൊണ്ട് പെർമിഷൻ കുറച്ചുള്ളൂ. അതാണ് സമയം നേരം കൂടുതൽ സമയം. അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ പെർമിഷൻ ഇവിടെ കുറച്ച് സമയമുള്ളൂ. മൈക്കാണ് കൊടുക്കുക. നിങ്ങൾക്ക് ഇല്ല, ഇത് ഞാൻ കാണിച്ചു തരാട്ടോ. അടുത്ത സമയം കളഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ കാണിക്കോ. നിങ്ങൾ അടുത്ത ചോദ്യം നേരം കളയല്ല. നിങ്ങൾ സമയമില്ല, അതുകൊണ്ടാണ്. അതിനൊന്നും വേണ്ടി സമയം കളയുന്നത്. ഒരു വലിയ ചോദിക്കും. അയാള് സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല, ചാലിയത്തിലുള്ള ഉദാഹരണം വെക്കുക. അതെ, അയാള് മരിച്ചു. മരിച്ച സമയത്ത് അയാളെ കബറടക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ വരുന്നത്. ഇവിടെ കേരളത്തിൽ സന്ദർശനത്തിന് എത്തിക്കുകയാണ്. അയാൾ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവിടെയുള്ള ഖുറാഫികൾ പറയണേ, ഇതൊരു വലിയാണ്, ഇയാളും സഹായം ചോദിച്ചോളും, അള്ളാഹിനോട് ചോദിക്കണ മാരികൾ ചോദിച്ചോളിന്ന്. ഈ അമേരിക്കയിൽ നിന്ന് വന്ന ആള് ഇംഗ്ലീഷിലാണ് ചോദിക്കണേ. ഈ ഭാഷ അറിയാത്ത ഈ പോത്തിന് എന്താ അറിയാ? ഈ പോത്ത് പറഞ്ഞാല് അല്ല, ഈ ഭാഷ അറിയാത്ത ആള് മരിച്ചിട്ടുണ്ട്. പോത്തിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം.
പറയട്ടെ. വലിയനെ പറ്റിയാണ്. അപ്പോഴേ വലിയനെ ഈ ഭാഷ അറിയാത്ത ഇയാൾക്ക് എങ്ങനെ ഇതിന് ഉത്തരം നൽകാൻ പറ്റും? അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് കൊടുക്കും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അവൻ നൽകുക തന്നെ ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന, എന്റെ വലിയ കേൾക്കുന്ന കാത് ഞാനാകും. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അപ്പൊ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട്, അള്ളാഹു നൽകുന്ന ആ ശക്തി കൊണ്ട് അറിയാനും കേൾക്കാനും ഔലിയാക്കൾക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ, തിരു ഹദീസുകൾ അടിസ്ഥാനത്തിൽ ഈ കാര്യം നമുക്ക് തെര്യപ്പെടുത്താനും കഴിയും. അടുത്ത ചോദ്യം ചോദിക്കും. ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഇതിൽ പെട്ടതാണ്. ചിലപ്പോൾ ചില ആളുകൾ അയാൾ മുജാഹിദ് ആയിരിക്കും, ചിലപ്പോൾ മുജാഹിദായി വേഷം കെട്ടുന്നുണ്ടാവും. ഏത് ജാതിയാണെങ്കിലും ശരി, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. 1000 ആളുകൾ ഒന്നിച്ച് ഇയാളോട് ചോദിക്കുകയാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ മറുപടി ചെയ്യാൻ പറ്റും? 10,000 ആളുകൾ ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹ് കേൾക്കാൻ കഴിയില്ലേ? ആ കഴിവ് അള്ളാഹ് കൊടുക്കുകയാണെങ്കിൽ കഴിയും. അതല്ലേ രസം. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുജാഹിദ് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ? 1000 ആളുകൾ 1000 സ്ഥലത്ത് വെച്ച് 1000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ കേൾക്കുമോ? മുജാഹിദിന്റെ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് ചോദ്യത്തിന് മറുപടി പറഞ്ഞു. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം ഖാല റസൂലുള്ളാഹി. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് 1000 10,000 1,00,000 സ്ഥലത്ത് നിന്ന് 1,00,000 സ്ഥലത്ത് വെച്ച് 1,00,000 ആളുകൾ 1,00,000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ തന്നെ, പറഞ്ഞാൽ തന്നെ, സലാം പറഞ്ഞാൽ തന്നെ അത് കേൾക്കാനും അതിനു മറുപടി പറയാനുമുള്ള കഴിവ് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വഹാബികൾക്ക് ഉണ്ടാവില്ല. അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ മഹത്തുക്കൾക്കേ ഉണ്ടാവുള്ളൂ എന്ന പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. വഅലമു ഉമ്മത്ത സയ്യിദിന മൗലാന മുഹമ്മദ്. ഒരായത്തിന് തെളിവ് പറഞ്ഞു തരുമോ? ഒറ്റ ആയത്ത് വന്നു മതി. ഞാൻ തുടങ്ങിയത് തന്നെ ആയത്ത് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ കേട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാല അല്ലാഹു അസ്സ വജൽ. ഈ 1000കണക്കായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ഒരു ടീമാണെന്ന് പച്ചക്കള്ളം ഇവിടുന്ന് അടിച്ചുവിട്ടുണ്ടായി. ഇതുവരെ ആയിട്ടും അൽ ഇസ്ലാഹ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. എന്താ ശക്തി ഭയങ്കര. ഇതാപ്പം മുജാഹിദിന്റെ ഓക്ക് ഞാൻ തന്നെ അവിടെ വെക്കാൻ നോക്കുക. എന്താ വയല് പല പറഞ്ഞ വമ്പുണ്ടോ, അതോ വയനാട്ടിക്ക് കല്യാണത്തിന് പോയ മാതിരി ആണോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ എന്നാ അതാ ഞാൻ വായിക്കുന്നു. 1000 കുതിരശക്തിയോടെ ഞാൻ വായിക്കുന്നു. ഞാൻ കുറച്ച് തലക്കം തന്നെ വായിക്കാം. അത് മാത്രമല്ല 2-3 അൽമനാറും വായിക്കാം. ഏതായാലും കേട്ടോളി. ചോദിച്ച സ്ഥിതിക്ക് പിന്നെ അത് അങ്ങനെയല്ലോ. കുറച്ച് പകരം മുളാഫത്തായിട്ട് ഇരട്ടിയായിട്ടാണ് കൊടുക്കുക പ്രതിഫലം. മുജാഹിദ് പഴയ കാലത്ത് പറഞ്ഞിരുന്ന പ്രാർത്ഥനയും ആരാധനയും എന്തായിരുന്നു എന്നറിയോ? കേട്ടോളൂ. മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏതു സഹായവും എത്തിക്കുവാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും സഹായം ചെയ്യാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ, വേറൊരാൾക്കും കഴിയില്ല. അങ്ങനെ വേറൊരാൾക്കും കഴിയുമെന്ന് വിശ്വസിച്ചാലാണ് അവിടെ ശിർക്ക് വരിക എന്നാണ് ഈ അൽമനാറാണ്. ഇത് അപ്പ പറഞ്ഞത്, നിങ്ങളെ ചോദ്യത്തിന് അവിടേക്ക് എത്തുള്ളൂ. അൽമനാർ അതിൽ വിശദീകരിക്കുന്നു. പിന്നെ ഒരു അൽമനാറിൽ വിശദീകരിക്കുന്നു. അൽമനാർ 28 പേജ് 2005 ഒക്ടോബറിൽ വിവരിക്കുന്നു. എന്നാൽ സിദ്ധനെന്നു കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. കാരണം സിദ്ധൻ തന്നെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അയാൾക്കറിയില്ലെങ്കിലും
അതിനയാൾക്ക് കഴിവുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസം അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ടതാണ്. അത് തിരിച്ചാകുമ്പോൾ ശിർക്കാകുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു സിദ്ധൻ, ഓല ഭാഷയാണ്, അയാളുടെ അരികിൽ പോയിട്ട് എന്നെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അതും പ്രാർത്ഥനയാണ്, ശിർക്കാണ്, പാടില്ലാത്തതാണ്. എന്താ കാരണം? അയാൾ എങ്ങനെയാണ് എന്നെ രക്ഷിക്കാൻ എനിക്കറിയില്ല. ഇതാ മുജാഹിദ് 2005 പറഞ്ഞിരുന്ന തൗഹീദാണത്. അങ്ങനെ തൗഹീദ് ഇങ്ങനെ മറിഞ്ഞു വരികയാണ്. അപ്പോഴേ ഗൾഫിൽ പോയി മുജാഹിദുകൾ അവിടെ നിന്ന് അറബി ഷെയ്ഖുമാരെ പണം ഒന്നാകെ 2 ചാക്കിൽ ഇങ്ങനെ വാരി കൊണ്ടുവരികയാണ്. അപ്പൊ അവർ തൗഹീദും കൊടുത്തു ഒരു ചാക്കിൽ. അങ്ങനെ വന്ന് പൊളിഞ്ഞു നോക്കിയപ്പോൾ തൗഹീദിൽ പിശാചും ജിന്നും ഒക്കെ കടന്ന് കുത്തിമറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മൗലിമാര് ശംസുദ്ദീൻ പാലത്ത്, അതുപോലെ സക്കരിയ സലാഹി, അനീബ കായക്കൊടി, അവരുടെ മേത്തു കൂടെ ഒക്കെ ജിന്നാണ് കയറി. തൗഹീദ് ജിന്നാണ് കയറിയത്, സാധാ ജിന്നല്ല. അങ്ങനെ കയറിയപ്പോൾ തൗഹീദ് മാറി. തൗഹീദ് പറയുന്നത് കൊട്ടുകുങ്ങൾ ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ ലക്കത്തിൽ പറയുന്നു, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ ശബ്ദം തന്റെ തൊട്ടടുത്തിരുന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതോ തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. നേരത്തെ പറഞ്ഞ എന്താ? ഒരു സിദ്ധന്റെ അടുത്ത് നേരിട്ട് പോയാണ് ആവശ്യപ്പെടുമ്പോഴും അയാൾ എങ്ങനെ നമ്മളെ സഹായിക്കാന്ന് അറിയില്ല, എന്നാലും അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ വരെ അത് ശിർക്കാണ് എന്നാ നേരത്തെ പറഞ്ഞ അൽമനാറിൽ. ഇപ്പൊ 2007 അറബികളുടെ പണം കിട്ടിയപ്പോ തൗഹീദ് കിട്ട് മറിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു വെളിച്ചം തരാമോ, മുന്നിലുള്ളത് ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ. ജിന്നിനെ ഞാൻ കാണുന്നില്ലേ, അത് ജിന്നാണ്, ജിന്നാവാം അവിടെ ഉണ്ടാവുക, അതുകൊണ്ട് ഒരു വെളിച്ചം തരാമോ ജിന്നെ എന്ന് തേടിക്കൊണ്ട് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവൂല. കഴിഞ്ഞില്ല. പകൽ വെളിച്ചത്തിൽ, ഇത് രാത്രിയാട്ടോ, പകലും മനുഷ്യന് പോണ്ടി വരുമല്ലോ. അപ്പോ സ്വാഭാവികമായും പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റില് മനുഷ്യൻ, മലക്ക്, ജിന്ന്, ഇവരാരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണമേ. ആരോടത്? മലക്കുകളോട് അല്ലെങ്കിൽ ജിന്നുകളോട്, ബ്രാക്കറ്റിലാണ്. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട്, ജിന്നുകളെ, പടപ്പുകളെ എന്നെ സഹായിക്കണമേ, എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. മുജാഹിദുകൾ കഴിഞ്ഞ 75 കൊല്ലക്കാലം പറഞ്ഞിരുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയിരുന്ന തൗഹീദിന്റെ നിർവചനം, പ്രാർത്ഥനയുടെ നിർവചനമാണ് 2007 മുജാഹിദുകൾ കുഴിച്ചുകൂടിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ തൗഹീദ് പ്രവർത്തനം കൊണ്ടിതാ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടൽ ശിർക്കല്ല എന്നിടത്തേക്ക് കേരളത്തിലെ മുജാഹിദുകളെ കൊണ്ട് ഞങ്ങൾ മലയാളത്തിൽ പറയിപ്പിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ പ്രബോധന ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോയാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും മഹാത്മാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന് മുജാഹിദുകളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ടോ അത് രേഖയിലുണ്ടാകും. മുജാഹിദുകൾ പറയാറുള്ള, സാധാരണ പറയാറുള്ള കളവുകളെ പോലത്തെ കളവുകളല്ല ഞങ്ങൾ പറയാറുള്ളത് എന്നറിയിക്കുന്നു.